ഇവിടെ റാമു എന്ന് പറയുന്ന ഇയാൾക്ക് ഒരു കുഞ്ഞ് ജനിക്കാണ്. ആ കുഞ്ഞ് ജനിച്ച് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ആ കുഞ്ഞിൻ്റെ അമ്മ മരിച്ചുവാണ്. അങ്ങനെ അച്ഛനും അമ്മൂമ്മയും ചേർന്നിട്ട് തങ്കരാജു എന്ന് പറഞ്ഞിട്ട് മുത്തച്ഛൻ്റെ പേര് ആ കുഞ്ഞിന് വെക്കാണ്. അതേ ടൈമിൽ തന്നെ ഇവൻ്റെ മാമൻ്റെ കുഞ്ഞിനും ആദിലക്ഷ്മി എന്ന് പേര് വെക്കാണ്. ഇവരുടെ രണ്ടുപേരുടെയും ജാതകം ശിവൻ്റെയും പാർവതിയും പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്കും കല്യാണം ചെയ്ത് വെച്ചാൽ അത് വളരെ നല്ലതായിരിക്കും എന്ന് അയ്യർ പറഞ്ഞതു ഇവൻ്റെ മുത്തശ്ശിയായിട്ടുള്ള സത്യഭാമ അതിന് ഇപ്പോഴേ സംസാരിക്കുകയാണ്. എൻ്റെ അച്ഛൻ ഫോറിനിലൊരു ഡോക്ടറായിരിക്കും, അതുകൊണ്ട് തന്നെ കൊച്ചിനെ അമ്മയുടെ കയ്യിൽ നോക്കാൻ കൊടുത്തിട്ട് ഇയാളും പോവാണ്. ഈ പയ്യനാണെങ്കിൽ പെമ്പിള്ളേരുടെ വിഷയത്തിൽ ഒരു കില്ലാടിയാണ്. സ്കൂൾ കൊണ്ട് ഇരുത്തിയത് ആദ്യം തന്നെ ഇവൻ പോയിരിക്കുന്നത് പെമ്പിള്ളേരുടെ നടുക്കാണ്. അതേ ക്ലാസ്സിൽ തന്നെയായിരിക്കും എൻ്റെ മാമൻ്റെ മോളും പഠിക്കുന്നത്. രണ്ടുപേർക്കും ഒട്ടും ആവില്ല, കീരും പാമ്പും പോലെയാണ് എപ്പോഴും. അങ്ങനെ ഒരു ദിവസം ഇവൻ വേറൊരു പെണ്ണിന് ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് പ്രപ്പോസ് ചെയ്യുന്നുണ്ടത് സത്യഭാമയായിട്ടുള്ള ഇവൻ്റെ അമ്മൂമ്മയ്ക്ക് ഷോക്കായിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചെന്നവാണ്. അങ്ങനെ ഇവർ മരിച്ച് മേളിലോകത്തേക്ക് പോയപ്പോൾ ഇവരുടെ ഹസ്ബൻഡ് അവിടെയുള്ള എല്ലാ പെമ്പിള്ളേരുമായിട്ട് കബഡി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയത് മുത്തച്ഛനെ പോലെയല്ലേ എല്ലാം കൊച്ചുമോനും ആവുള്ളൂ, നിങ്ങളെ ഇങ്ങനെ പിന്നെ എങ്ങനെ അവൻ അങ്ങനെ ആവാതിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞതു ഇയാൾ എന്തൊക്കെയോ പറഞ്ഞ് അവളെ ചിരിപ്പിക്കുകയാണ്. എന്നാൽ കൊച്ചുമോൻ എന്താ ചെയ്യുന്നത് ഇവർ രണ്ടുപേരും കൂടി നോക്കിയതും ഇവ ഇപ്പോൾ വളർന്നിരിക്കുകയാണ്. പക്ഷേ എന്നാലും പെമ്പിള്ളേരുടെ പിന്നാലെ തന്നെയാണ് ഇവനുള്ളത്. കാണുന്നവൻ്റെ മുത്തച്ഛനും എൻ്റെ അതേ കളി തന്നെയാണ് അവനെന്ന് പറഞ്ഞിട്ട് സന്തോഷപ്പെടാണ്. അങ്ങനെ ഇയാൾ എന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നീ ഉള്ളതുപോലെ അവനെ കൺട്രോൾ ചെയ്യാൻ ആരെങ്കിലും വേണമെന്ന് പറയാണ്. അപ്പോൾ തന്നെ ഇവളും അതിന് ഓൾറെഡി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, അവൻ്റെ മാമൻ്റെ മോള് സത്യഭാമയാണെന്ന് പറയാണ്. അവർക്ക് രണ്ടുപേർക്കും കണ്ണെടുത്താൽ കണ്ടുകൂടാ, അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിങ്ങൾ വേണം അവരെ എങ്ങനെയാണ് ചേർത്ത് വെക്കാമെന്ന് പറയാണ്. മേലെയുള്ള ബ്രഹ്മൻ്റെ അടുത്ത് യമൻ്റെ അടുത്തൊക്കെ പെർമിഷൻ വാങ്ങിയിട്ട് കൊച്ചുമോൻ്റെ ജീവിതം ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഭൂമിയിലേക്ക് വരികയാണ്. അങ്ങനെ ഇപ്പോൾ ഭൂമിയിലേക്ക് വന്നിട്ടുള്ള തങ്കരാജുയുടെ ആത്മാവ് അവൻ്റെ കൊച്ചുമോൻ്റെ ദേഹത്തിനെ കയറിയിട്ട് ആദിലക്ഷ്മിയുടെ അടുത്തേക്ക് പോകണം. ആ ഗ്രാമത്തിൻ്റെ പ്രസിഡന്റ് വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ അവിടെ സ്റ്റേജിൽ കയറിയിട്ട് വളരെ ക്രിഞ്ചായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവനും ആ ബോഡിയിൽ നിന്നുകൊണ്ട് തന്നെ വളരെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൈയടിച്ച് പ്രശംസിക്കുകയാണ്. എപ്പോഴും ചീത്ത പറയുന്ന ഇവൻ ഇപ്പോൾ നല്ലോണം സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പതിയെ ആ പെണ്ണിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങാണ്. അപ്പോഴാണ് ഒരു ഗ്യാങ് ആ നാട്ടിൽ ഒരുപാട് വൈരം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. ആ നാട്ടിൽ തന്നെ ഒരു വലിയ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു ശിവലിംഗം ഉണ്ടാവും. ടൈമിൽ ഒരു പ്രളയം വന്നത് വെള്ളം കാരണം ആ ശിവലിംഗത്തിൻ്റെ അടിയിലുള്ള ആ രക്തങ്ങളൊക്കെ ആ വെള്ളത്തിൻ്റെ കൂടെ അടിച്ചു പോവാണ്. അങ്ങനെ ആ വില്ലന്മാരും ആ അമ്പലത്തിൻ്റെ അടിയിലുള്ള ആ വൈരങ്ങളൊക്കെ എടുക്കണമെന്ന് വിചാരിക്കുകയാണ്. എലി നമ്മുടെ ഹീറോയുടെ അച്ഛൻ അവനെ കോൾ ചെയ്യും. പക്ഷേ അവനും രണ്ട് കടമയ്ക്ക് രണ്ട് വാക്ക് പറഞ്ഞിട്ട് വെക്കുകയാണ്. പക്ഷെ അപ്പം തന്നെ ഇവൻ്റെ അച്ഛൻ്റെ ആത്മാവ് അവൻ്റെ ബോഡി കയറിയിട്ട് നന്നായിട്ടുണ്ടോ നീ ഫുഡൊക്കെ കഴിച്ചോ എന്നൊക്കെ സംസാരിക്കുകയാണ്. അതാണ് മനസ്സിലാകുന്നത് ആ വൈരം എടുക്കാൻ നോക്കുന്ന ഗ്യാങ്ങിൻ്റെ ലീഡർ തന്നെ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടാണ്. അങ്ങനെ ഹീറോ ഇവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് മാമൻ്റെ അടുത്ത് പറഞ്ഞതു ഇവരുടെ കല്യാണം ഉറപ്പിക്കുകയാണ്. ഇവൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞതു 15-ാം തീയതിയാണ് കല്യാണം, എനിക്ക് വരാൻ പറ്റില്ല, അവരെ കല്യാണം കഴിഞ്ഞത് അവരെ ഹണിമൂണിന് ഇങ്ങോട്ടേക്ക് വിട്ടേക്കെന്ന് പറയണ അയാൾ. അങ്ങനെ നമ്മുടെ ഹീറോ കല്യാണം വിളിക്കാൻ വേണ്ടി അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ്. പക്ഷേ അവൻ്റെ അച്ഛന് ഒരുപാട് മന്ത്രവും കുതന്ത്രമൊക്കെ അറിയുന്ന ഒരാളായിരുന്നു. അങ്ങനെ തങ്കരാജുയുടെ ആത്മാവ് അവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അവർ മനസ്സിലാക്കാണ്. ആ പ്രേതം അവൻ്റെ ബോഡി കയറണമെങ്കിൽ നമുക്ക് ഈ വലിയ രത്നങ്ങളൊന്നും ഇവിടുന്ന് എടുക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ആ ബോഡിയിലേക്ക് ആ പ്രേതത്തിന് കയറാൻ പറ്റാത്ത പോലെ ഒരു റിംഗ് ഉണ്ടാക്കിയിട്ട് ഇവരുടെ എൻഗേജ്മെൻറ്റിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ് അവൻ. എന്നിട്ട് അത് ഈ പെണ്ണിൻ്റെ അച്ഛൻ്റെ കയ്യിൽ തന്നെ കൊടുക്കുകയാണ്. കാരണം അവരുടെ ഗ്യാങ്ങിൽ ഈ വൈരങ്ങളൊക്കെ എടുക്കാൻ നോക്കുന്ന ഒരാളായിരുന്നു ഇവളുടെ അച്ഛനും. അങ്ങനെ ആ ഗ്യാങ് മൊത്തം നമ്മുടെ ഹീറോയിനായിട്ട് അടിച്ചിടാൻ തുടങ്ങാണ്. കാരണം ആ വൈരം എടുക്കുന്നതിനെ ഇവൻ കുറേ എതിർത്തിട്ടുണ്ടാവും. അങ്ങനെ തങ്കരാജുയുടെ ആത്മാവ് ആ ബോഡിയിലേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചതും ആ മോതിരം കാണണോ ആ പ്രേതത്തിന് പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ടൈമിൽ തന്നെ നമ്മുടെ ഹീറോയുടെ അച്ഛൻ ഇപ്പോൾ അമേരിക്കയിൽ വരികയാണ്. ഓടിപ്പോയിട്ട് ആ പ്രേതം ആ അച്ഛൻ്റെ ദേഹത്ത് കയറിയിട്ട് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അവരെ മൊത്തം അടിച്ചിടാൻ തുടങ്ങാണ്. അവസാനം ഇവളുടെ അച്ഛനെ മാത്രം വെറുതെ വിട്ടേക്കാണ് അവർ. അങ്ങനെ ഇവരുടെ കല്യാണം കഴിയാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയ്ക്കും അവൻ്റെ അച്ഛനും അവൻ്റെ അപ്പൂപ്പനെയും അമ്മൂമ്മയും കാണാൻ പറ്റുകയാണ്. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെ അടുത്തും ആശീർവാദം വാങ്ങിയതും അവർ രണ്ടുപേരും അവിടെ നിന്ന് മറഞ്ഞു പോവാണ്.